First cooperative society registered under Cochin Cooperative Societies Act 1913. First cooperative society formed in Malabar area, Madras Cooperative Societies Act 1932 പ്രകാരം രജിസ്റ്റർ ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് കൊടുവയൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. കൊടുവയൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോംഡ് ഇൻ മലബാർ ഏരിയ അല്ലെങ്കിൽ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 പ്രകാരം രജിസ്റ്റർ ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റി. KCS ആക്ടിന്റെ ആക്ട് നമ്പർ എത്രയാണ്? KCS ആക്ടിന്റെ ആക്ട് നമ്പർ എത്രയാണ്? KCS ആക്ടിന്റെ ആക്ട് നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. KCS ആക്ടിന്റെ ആക്ട് നമ്പർ 21 ആണ്. KCS ആക്ടിന്റെ ആക്ട് നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. ആക്ട് നമ്പർ 21. KCS rules came into force on KCS rules came into force on (14/7, 1969). 14/7, 1969. എത്ര ഷെഡ്യൂൾസ് ആണുള്ളത്? KCS ആക്ടിൽ എത്ര ഷെഡ്യൂൾസ് ആണുള്ളത്? 3 ഷെഡ്യൂൾസ്. 3 ഷെഡ്യൂൾസ് ആണുള്ളത്. ഷെഡ്യൂൾ 2 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഷെഡ്യൂൾ 2 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് ഷെഡ്യൂൾ 2 പറയുന്നത്. അപ്പൻഡിക്സ് 2 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അപ്പൻഡിക്സ് 2 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഫോംസ്, വാരിയസ് ഫോംസിനെ കുറിച്ചിട്ടാണ് അപ്പൻഡിക്സ് 2 പറയുന്നത്. DCA shall be under the control of DCA shall be under the control of DCA shall be under the control of DCA RCS രജിസ്ട്രാറിന്റെ കൺട്രോളിലാണ്. രജിസ്ട്രാറിന്റെ കൺട്രോളിലാണ് DCA വരുന്നത്. സെക്ഷൻ 2AA. സെക്ഷൻ 2AA. സെക്ഷൻ 2AA. AA. അസിസ്റ്റഡ് സൊസൈറ്റി. അസിസ്റ്റഡ് സൊസൈറ്റി ആണ് സെക്ഷൻ 2AA. സെക്ഷൻ 2D. സെക്ഷൻ 2D. സെക്ഷൻ 2D.
Section 2D, Central Society. Section 2D, Central Society. Section 2E. Section 2E. Section 2E. Section 2E, Committee. Section 2E വരുന്നത് കമ്മിറ്റിയാണ്. Section 2F. Section 2F. Section 2F. Section 2F, Cooperative Society or Society. Dispute in the section. Dispute define ചെയ്ത section. Dispute define ചെയ്തിട്ടുള്ള section 2I. Dispute define ചെയ്തിട്ടുള്ള section 2I. Financing bank define ചെയ്തിട്ടുള്ള section. Financing bank define ചെയ്തിട്ടുള്ള section 2J. Financing bank define ചെയ്തിട്ടുള്ള section 2J. Section 2M. Section 2M. Section 2M. Section 2M. Nominal or associate member. Nominal or associate member. Section 2OA. Section 2OA. Section 2 subsection OA. Prescribed period. Registrar in a section defined in the section. Registrar is defined in section 2P. Registrar defined in the section 2 subsection P. Rule 2C. Rule 2 subrule C. Rule 2 subrule C. Rule 2 subrule C. Rule ആണ്. Rule 2 subrule C. Rule ആണ് ചോദിക്കുന്നത്. ഡിഗ്രി അല്ല, ഡിഗ്രി ഹോൾഡർ. ഡിഗ്രി 2B ആണ്. 2 റൂൾ 2 സബ് റൂള് സി ഡിഗ്രി ഹോൾഡർ. ഇതാണ് ക്വസ്റ്റ്യൻസ് നേരെ വായിക്കാതെ അല്ലെങ്കിൽ കേൾക്കാതെ ആൻസർ പറയുന്നതിന്റെ കുഴപ്പം. നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് റൂളാണോ സെക്ഷൻ ആണോ എന്നുള്ളത് ഓർത്തില്ല. തീർച്ചയായും ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടാകുന്നത് തെറ്റുത്തരായിരിക്കും. അത് തന്നെ പോയിട്ട് കറപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. റൂൾ 2GA. റൂൾ 2GA. റൂൾ 2GA. റൂൾ 2GA നെറ്റ് ലോസ്. റൂൾ 2GA നെറ്റ് ലോസ്. രജിസ്ട്രാർ ഈസ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് എന്ന് പറയുന്ന സെക്ഷൻ എത്രയാണ്? സെക്ഷൻ എത്രയാണ്? രജിസ്ട്രാർ ഈസ് അപ്പോയിന്റഡ്. രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്ന് പറയുന്ന സെക്ഷൻ അല്ലെങ്കിൽ സബ് സെക്ഷൻ എത്രയാണ്?
സെക്ഷൻ 3 സബ്സെക്ഷൻ 1. സെക്ഷൻ 3 സബ്സെക്ഷൻ 1ലാണ് രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി സെക്ഷൻ എത്രയാണ്? രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റിയുടെ സെക്ഷൻ എത്രയാണ്? രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി സെക്ഷൻ 5. സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സെക്ഷൻ 7. സെക്ഷൻ 7. സെക്ഷൻ 7. സെക്ഷൻ 7 രജിസ്ട്രേഷൻ. സെക്ഷൻ 7 രജിസ്ട്രേഷൻ. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റീസിന്റെ സെക്ഷൻ. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റീസിന്റെ സെക്ഷൻ. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റീസിന്റെ സെക്ഷൻ 8A. സെക്ഷൻ 8A ആണ് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റീസ്. കമൻസ്മെന്റ് ഓഫ് വർക്കിംഗ് റൂള്. കമൻസ്മെന്റ് ഓഫ് വർക്കിംഗിന്റെ റൂള്. കമൻസ്മെന്റ് ഓഫ് വർക്കിംഗ്. റൂൾ 7. റൂൾ 7 ആണ് കമൻസ്മെന്റ് ഓഫ് വർക്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. 6 മന്ത്സിനുള്ളിൽ കമൻസ് ചെയ്യണം വർക്കിംഗ് എന്ന് പറയുന്നത് റൂൾ 7ലാണ്. ജനറൽ ബോഡി മീറ്റിംഗ് റൂള്. ജനറൽ ബോഡി മീറ്റിംഗിന്റെ റൂള്. ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗ് 8A ആണ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ജനറൽ ബോഡി ആണ് റൂൾ 8 വരുന്നത്. ജനറൽ ബോഡി മീറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ 8A ആണ്, റൂൾ 8A. സെക്ഷൻ 11. സെക്ഷൻ 11. സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. റൂൾ എത്രയാണ്? ചേഞ്ച് ഓഫ് ലയബിലിറ്റിയുടെ റൂൾ എത്രയാണ്? ചേഞ്ച് ഓഫ് ലയബിലിറ്റിയുടെ റൂള് 12 ആണ്. റൂള് 12 ആണ് ചേഞ്ച് ഓഫ് ലയബിലിറ്റി. സെക്ഷൻ 14B. സെക്ഷൻ 14B. സെക്ഷൻ 14B. Section 14B partnership firms. Section 14B partnership firms. സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഫീസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. വിത്തിൻ 1 താലൂക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വിത്തിൻ 1 താലൂക്ക് വരുവാണെങ്കിൽ എത്രയാണ് രജിസ്ട്രേഷൻ ഫീസ്? വിത്തിൻ 1 താലൂക്ക് ആണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്കിൽ എത്രയാണ് രജിസ്ട്രേഷന് വേണ്ടുന്ന ഫീസ്? 2000 rupees. 2000 rupees ആണ് രജിസ്ട്രേഷന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ എത്രയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട്? സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി 100 rupees ആണ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. Procedure to become member. Rule. Procedure to become member. Procedure to become member the rule. Rule 16. Rule 16 ആണ് procedure to become member. Rule 16D. Rule 16D. 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 16D.
റൂൾ 16D. ഡി ആണ്, ഡി. ബി അല്ല, ഡി ആണ്. അപ്പീലാണ് റൂൾ 16. ഡി വരുന്നത് ബി ഐ ഡി ഓൺ റിക്വസ്റ്റ്. 16A ഐഡന്റിറ്റി കാർഡ്. വോട്ട് ഓഫ് മെമ്പേഴ്സിന്റെ സെക്ഷനും റൂളും. വോട്ട് ഓഫ് മെമ്പേഴ്സിന്റെ സെക്ഷനും റൂളും. Section 20, Rule 19. Section 20, Rule 19. Accounts and books maintained by society rule. Accounts and books maintained by society rule. Rule 29. Rule 29 ആണ് accounts and books maintained by society. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എത്ര വർഷത്തേക്ക് കീപ്പ് ചെയ്യുന്നതാണ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എത്ര വർഷത്തേക്ക് കീപ്പ് ചെയ്യുന്ന റെക്കോർഡാണ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എത്ര വർഷത്തേക്ക് കീപ്പ് ചെയ്യുന്ന റെക്കോർഡാണ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പെർമനന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന റെക്കോർഡാണ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പെർമനന്റ് ആയിട്ട് സൊസൈറ്റിയിൽ കീപ്പ് ചെയ്യുന്നതാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. മന്ത്ലി റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് എത്ര വർഷത്തേക്ക് കീപ്പ് ചെയ്യുന്നതാണ്? മന്ത്ലി റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് എത്ര വർഷത്തേക്ക് കീപ്പ് ചെയ്യുന്നതാണ്? മന്ത്ലി റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് എത്ര വർഷത്തേക്ക് കീപ്പ് ചെയ്യുന്നതാണ്? മന്ത്ലി റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് എത്ര വർഷത്തേക്കാണ് കീപ്പ് ചെയ്യുന്നത്? 5 ഇയേഴ്സിലേക്കാണ് മന്ത്ലി റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് കീപ്പ് ചെയ്യുന്നത്. 5 ഇയേഴ്സിലേക്കാണ്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ സെക്ഷനും റൂളും. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ സെക്ഷനും റൂളും. Section 27, subsection 2, Rule 34. Section 27, subsection 2, Rule 37 ആണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിനെ കുറിച്ച് പറയുന്നത്. ഇലക്ഷൻ ഫീസിന്റെ റൂള്. ഇലക്ഷൻ ഫീസിന്റെ റൂള്. ഇലക്ഷൻ ഫീസിന്റെ റൂള്. ഇലക്ഷൻ ഫീസിന്റെ റൂള്. റൂൾ 35E ആണ് ഇലക്ഷൻ ഫീസ്. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ ഇലക്ഷൻ ഫീസ് എത്രയാണ്? ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ഇലക്ഷൻ ഫീസ് എത്രയാണ്? ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇലക്ഷൻ ഫീസ് എത്രയാണ്? ₹2000. 2000 rupees ആണ് ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ഇലക്ഷൻ ഫീസ്. റെമ്യൂണറേഷൻ ഓഫ് കമ്മിറ്റിയുടെ റൂള്. റെമ്യൂണറേഷൻ ഓഫ് കമ്മിറ്റിയുടെ റൂള്.
Remuneration of committee rule. Rule 49 ആണ് remuneration of committee. Direct partnership of government in societies in the section. Direct partnership of government in societies in the section. Direct partnership of government in societies in the section. Section 42. Section 42 ആണ് direct partnership of government in societies in the section. Principal State Partnership Fund in the section. Principal State Partnership Fund in the section. Section 44 ആണ് Principal State Partnership Fund in the section. Restrictions on rate of dividend. Restrictions on rate of dividend in the section. Section 48. Section 48 ആണ് Restrictions on rate of dividend. Other forms of state aid to societies in the section. Other forms of state aid to societies in the section. ാണ് other forms of state aid to societies. Funds not to be divided in the section. Funds not to be divided. Fifty-five ആണ് funds not to be divided. Professional Education Fund in the role. Professional Education Fund in the role. Professional Education Fund in the role. Rule 53, Sub-Rule 3A. Rule 53, Sub-Rule 3A ആണ് Professional Education Fund. Deposit Guarantee Scheme in the section. Deposit Guarantee Scheme in the section. Deposit Guarantee Scheme in the section. (57)B. Deposit Guarantee Scheme in the section 57B. Provident Fund in the sectionum rule. Provident Fund in the sectionum rule. Provident Fund in the sectionum rule. Section 61, Rule 58. Section 61, Rule 58. Gratuity section. Gratuity section. Section 62, Rule. Gratuity rule. Gratuity rule 59. 62 59 ആണ് gratuity. Payment of Gratuity Act. Payment of Gratuity Act.
Payment of Gratuity Act. 1972 Payment of Gratuity Act. Fluid resources in the role. Fluid resources in the role. Fluid resources in the role. Rule 63 ആണ് fluid resources. Rule 63 ആണ് fluid resources. Restriction on loans in the section. Restriction on loans in the section. Restriction on loans in the section. '59 ആണ് restriction on loans. Consortium lending scheme in the section. Consortium lending scheme in the section. '57C ആണ് consortium lending scheme. Investment of fund in the section. Investment of fund in the section. '57 ആണ് investment of fund. Cooperative member relief fund എത്ര percentage ആണ് maximum എത്രയാണ്? Cooperative member relief fund എത്ര percentage ആണ് എത്രയാണ് maximum? Cooperative member relief fund. Cooperative member relief fund. Fund lakh ആണ് 10% ആണ് 10% of net profit subject to a maximum of 1 lakh. Cooperative education fund indado cooperative education fund $60,000 ആണ് maximum. എത്ര percentage ആണ് minimum എത്രയാണ്? എത്ര percentage ആണ് minimum എത്രയാണ്? 5% of net profit ആണ് 2,000 ആണ് minimum. Previous question ആണ്. Disposal of share capital and dividend in the section. Disposal of share capital and dividend in the section. Section 50 ആണ് disposal of share capital and dividend വരുന്നത്. Indirect partnership of government in societies. Indirect partnership of government in societies. Section 43 ആണ് indirect partnership of government in societies. Exemption from certain tax fees and duties. Exemption from certain taxes, fees and duties. Exemption from certain taxes, fees and duties, section 40.
Supersession of committee section. Supersession of committee section. Supersession of committee section. 32 section 32 ആണ് supersession of committee. Term of members of the committee. Term of members of the committee role. Term of members of the committee role. 39. നോമിനേഷൻ പേപ്പർ ഏത് ഫോം നമ്പറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നോമിനേഷൻ പേപ്പർ ഏത് ഫോം നമ്പറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 36ലാണ് നോമിനേഷൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ സെക്ഷൻ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ സെക്ഷൻ 28B. 28B ആണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. Total number of a society is above 2,500, below 10,000. എത്രയാണ് number of members of representative general body? Total members 2,500, 2,500നും 10,000 ഇടയിൽ വരുവാണെങ്കിൽ എത്ര പേരാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? 200 rupees ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നോമിനേഷൻ ഓഫ് ഹയറിന്റെ റോള്. നോമിനേഷൻ ഓഫ് ഹയറിന്റെ റോള്. നോമിനേഷൻ ഓഫ് ഹയറിന്റെ റോള്. 23. നോമിനേഷൻ ഓഫ് ഹയർ 23യിലാണ്. റോൾ 23യിലാണ്. Restriction on withdrawal of shares. Restriction on withdrawal of shares. Restriction on withdrawal of shares. For restriction on withdrawal of shares, section 24. Rule 16C. Rule 16C. Rule 16C. Duplicate ID. Duplicate ID ആണ് 16C. Subsidiary institutionന്റെ section. Subsidiary institutionന്റെ section. Subsidiary institutionന്റെ section 14AA. 14AA.
അമെൻമെന്റ് ഓഫ് ബൈലോയുടെ സെക്ഷനും റൂളും. അമെൻമെന്റ് ഓഫ് ബൈലോയുടെ സെക്ഷനും റൂളും. സെക്ഷൻ 12 റൂള് 9. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ സെക്ഷൻ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ സെക്ഷൻ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ സെക്ഷൻ 8. സെക്ഷൻ 8 ആണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷന്റെ സെക്ഷൻ. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷന്റെ സെക്ഷൻ 6 ആണ് റൂള്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷന്റെ സെക്ഷൻ 6 റൂള് 3. സെക്ഷൻ റൂള് 2J. റൂൾ 2J. റൂൾ 2J. റൂൾ 2J സെക്ഷൻ. റൂൾ 2J സെക്ഷൻ ആണ് വരുന്നത്. റൂൾ 2A. റൂൾ 2A. റൂൾ 2A ആക്ട്. ആക്ട് ആണ് റൂൾ 2A വരുന്നത്. ഇത്ര റിവൈസ് ചെയ്താൽ മതിയോ?